ആറന്മുള വള്ളംകളി. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് ആറന്മുള ക്ഷേത്രത്തിനടുത്ത് ഒരു കൃഷ്ണഭക്തനുണ്ടായിരുന്നു. ദിവസേന ഒരു തീർത്ഥാടകനെ തൻ്റെ വീട്ടിൽ ഭക്ഷണം നൽകുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഒരു ദിവസം തീർത്ഥാടകർ ആരും തന്നെ വന്നില്ല. പതിവ് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വരികയും ഭക്ഷണത്തിന് ശേഷം വീണ്ടും വരണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ലെന്ന് അയാൾ പറയുകയും ചെയ്തു. പോകാൻ നേരം ആറന്മുള ക്ഷേത്രത്തിൽ തന്നെ കാണാമെന്ന് പറഞ്ഞ് അയാൾ മറഞ്ഞു. അപ്പോഴാണ് തീർത്ഥാടകൻ മറ്റാരുമല്ല സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ഭക്തന് മനസ്സിലായത്. അതിനുശേഷം എല്ലാ തിരുവോണനാളിലും അയാൾ അരിയും മറ്റു സാധനങ്ങളും സദ്യയ്ക്കായി വള്ളത്തിൽ കൊണ്ടുവന്നിരുന്നു. ഒരിക്കൽ ഈ വള്ളത്തിന് നേർക്ക് ഒരാക്രമണം ഉണ്ടാവുകയും പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചുണ്ടൻ വള്ളങ്ങളെ അകമ്പടിയായി കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് പിന്നീട് വള്ളംകളിയായി മാറിയത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുന്നത്. 30 അടിയോളം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ 4 അമരക്കാരും 100ഓളം തുഴക്കാരും 25ഓളം പാട്ടുകാരും ഉണ്ടാകും.